ഹലോ എവ്രി വൺ. സോ നമ്മൾ ഇന്ന് പോകുന്നത് ഗോൾഡൻ മെലഡീസ്, പൂനെയിലെ ഗോൾഡൻ മെലഡി മലയാളി അസോസിയേഷൻ്റെ 8ാമത്തെ വാർഷികത്തിനാണ്. അപ്പോൾ 2 ദിവസത്തെ പരിപാടിയാണ് ഇത് പൂനെയിൽ വെച്ചിട്ട്. പിന്നെ അപ്പം ഞാനും മമ്മയും രതീഷ് അങ്കിളും ഫാമിലിയും മൃദുല ആൻറ്റിയും രേഖ ആൻറ്റിയും എല്ലാവരും കൂടി അവിടെ പോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിക്ക് ഫുഡ് വരെ ഉണ്ട് കേട്ടോ, 2 ദിവസം ഫുള്ള്. അപ്പോൾ അവിടെ പോയി. ഇതാണ് സ്ഥലം. അവിടെ ഉണ്ടായ 8th ആനിവേഴ്സറി സെലിബ്രേഷൻ, വെൽക്കം, ഡാൻസും പാട്ടും കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അവിടെ പോയി നമ്മൾ എല്ലാം നോക്കി. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചു. ഉപ്മാവ് കഴിച്ചു. ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്മാവെല്ലാം കഴിച്ച് പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ടാവാനായി. ചണ്ടമേളയെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ മുഖ്യ അതിഥിനെ സ്വാഗതം ചെയ്യാൻ അങ്ങോട്ടേക്ക് പോയി. മുഖ്യ അതിഥി ആരാന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂരിലെ തെയ്യം കലാരൂപത്തിന് ആദ്യമായി പത്മശ്രീ ലഭിച്ച പത്മശ്രീ നാരായണ പെരുവണ്ണൻ ആയിരുന്നു ഇന്നത്തെ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥി. അവര് നാട്ടിൽ നിന്നേ വന്നതാണ് കേട്ടോ. അവര് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റ് അധികം സംസാരമൊന്നുമില്ലാതെ തന്നെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേൾഡ് മെഡിസിന്റെ പേരിൽ സ്വാഗതം പറയുകയാണ്. അങ്ങനെ സ്വാഗതം ചെയ്തിട്ട് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ടായി. നമ്മൾ മുഖ്യ അതിഥിനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് പ്രാർത്ഥന എല്ലാം ചെയ്ത് ഇതെല്ലാം കത്തിച്ച് എല്ലാം ഈ പ്രോഗ്രാം സ്റ്റാർട്ടാക്കാൻ എല്ലാ പരിപാടിയും ആയി. അതിഥിയായിട്ട് വേറൊരു ആളും കൂടി ഉണ്ടായിരുന്നു. നിധി എന്ന് പറഞ്ഞൊരു കൊച്ച്. ആ കുട്ടി സ്റ്റാർ സിംഗറിലൊക്കെ പാടിയതാണത്രേ. Thank you. GM ശ്രീ വിന്നർ പ്രവിതാജി ആദരിക്കുന്നതിനായി സീമാ പ്രതികളോട് അഭ്യർത്ഥിക്കുന്നു. വാർഷികത്തോടനുബന്ധിച്ച് ഇന്നിവിടെ നമുക്ക് തന്ന ഈ ആദരവിന് ആദ്യമായി ഈ സംഘാടകരോടും നമ്മുടെ മലയാളി സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ആദ്യമായി എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ, ഒരുപാട് കലാകാരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയൊക്കെ ഇവിടെ വെച്ച് ആദരിക്കുന്നത് കണ്ടപ്പോൾ വളരെ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഒരുപാട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സമുദായത്തിന്റെ ഏറ്റവും വലിയൊരു അഭിമാനം, നമ്മുടെ സമുദായത്തിന് മാത്രമല്ല നമ്മുടെ നാട്ടുകാരുടെ ഉത്തരമലബാറിലെ എല്ലാ തെയ്യം അല്ലെങ്കിൽ അതുപോലെ ഈ ആസ്വാദകർ
അപ്പം തെയ്യം അനുഷ്ഠാനമായിരിക്കുന്ന കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാവർക്കും അറിയാം, നമ്മുടെ കുടുംബപരമായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ തെയ്യങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. അപ്പൊ അതുപോലെ നമ്മുടെ ഇവിടെ വിനോദ് കക്കോത്ത്, അപ്പൊ അവരുടെ ഒരു ക്ഷേത്രമുണ്ട്, കക്കുന്നത്ത് ഭഗവതി എന്ന് അവിടെ പറയാം. സംക്രമ ദിവസം അതിനെ മുറിച്ചു കൊണ്ടുവന്ന് അവിടെ വെക്കും. നിലന്തുടാണ്ട് മുറിച്ചു കൊണ്ടുവരണം. അത് മുറിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ച് ആ കഴുകു കീറുന്ന ദിവസം അതിന് പ്രത്യേക ചടങ്ങൊക്കെയുണ്ട്. എല്ലാ തെയ്യങ്ങളെ പോലെയല്ല, അവർ പ്രത്യേക ചടങ്ങുള്ള ഒരു സ്ഥലമാണ്. ഒരു ചടങ്ങും തെറ്റിക്കാൻ പറ്റൂല അവിടെ. ആ കഴുക് നമ്മുടെ തെയ്യത്തിന്റെ വെള്ളിയാഴ്ച തുടങ്ങലാണെങ്കിൽ വ്യാഴാഴ്ച ആ കഴുക് എല്ലാം ചെത്തി നമ്മളെ പിന്നെ ആശാരിമാർ വന്ന് അതൊക്കെ ചെത്തി റെഡിയാക്കി ആ മുടി വെള്ളിയാഴ്ച നമ്മൾ കെട്ടിയുണ്ടാക്കും. ഞായറാഴ്ച, വെള്ളി, ശനി, ഞായർ മൂന്നാമത്തെ ദിവസം ആ മുടിയെടുത്തിട്ട് ക്ഷേത്രത്തിന് 3 പ്രദർശനം നടത്തും. അപ്പൊ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയൊരു അനുഗ്രഹമാണ് നിനക്കത്. ഒരുപാട് നന്ദി. അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ നിധി നായരെ ക്ഷണിക്കുന്നു. പിന്നെ നിധി കുറേ പാട്ടെല്ലാം പാടി, കുറേ പാട്ട് പാടി, കുറേ നല്ല മലയാളം പാട്ടെല്ലാം പാടി. പിന്നെ കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, വയസ്സായ ആൾക്കാരായാലും യങ് ആയ ആൾക്കാരായാലും എത്ര ഏജുള്ള ആൾക്കാരായാലും ഒരു മടിയില്ലാണ്ട് പാട്ട് പാടുന്നതായാലും ഡാൻസ് കളിക്കുന്നതായാലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതായാലും ഇഷ്ടംമാതിരി ആൾക്കാർ ഫുള്ള് ടാലന്റ് ആയിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതൊക്കെ കാണുമ്പോൾ വി ഫെൽറ്റ് വെരി വെരി നൈസ് ടു ബി ഓണസ്റ്റ്. പിന്നെ ഈ അങ്കിൾ ഫ്ലൂട്ട് വായിച്ചിട്ട് പാട്ട് പാടി, ലൈക്ക് ഫ്ലൂട്ടിൻ്റെ പാട്ടെല്ലാം പാടി. പിന്നെ കുറേ ആൾക്കാർ പാട്ടെല്ലാം പാടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിനി ഈ വീഡിയോയിൽ പാട്ടെല്ലാം ഇടണമെന്ന്. പക്ഷെ കോപ്പിറൈറ്റ് ആവുമെന്ന് പേടിച്ചിട്ട് എനിക്കൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഇഷ്ടംപോലെ പാട്ടും വീഡിയോവും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ, ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് ടൈമാണ്. ഇപ്പോൾ ഈ പാട്ടുകളും അതും ഇതും എല്ലാം പ്രാക്ടീസ് ചെയ്തത് ഇവർ ഓൺലൈൻ ത്രൂ ആണ്. ആരും ഇപ്പോൾ ഒരു ഡാൻസ് ഉണ്ടെങ്കിൽ 5 ആൾക്കാർ ഡാൻസ് ഉണ്ടെങ്കിലും 5 ആൾക്കാരും വേറെ വേറെ സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ നാട്ടിൽ നിന്നും ഉണ്ട്. അങ്ങനെയെല്ലാം ഗ്രൂപ്പ് ഓൺലൈൻ വഴിയാണെന്നെല്ലാം പഠിക്കുന്നത്. അപ്പം ഞാനും അവരെ മുഖ്യ അതിഥിൻ്റെ കൂടെ ഫോട്ടോ എല്ലാം എടുത്ത്, ഇത് അമ്മയും മോളുമാണ്. അമ്മയും മോളും ഡാൻസ് കളിക്കുന്നത്. ഇതാ പറഞ്ഞ ഞാൻ എത്ര ഏജ് ഡിഫറൻസ് ആയാലും എത്ര ഏജ് ആയാലും എല്ലാവരും റെഡിയാണ് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. ദേ കം ഔട്ട് ഓഫ് ദെയർ ഹോം ആൻഡ് ഡു വാട്ട് എവർ ദേ വോണ്ട്. സോ എല്ലാവരും ലൈക്ക് ഐ ഫെൽറ്റ് റിയലി ഗുഡ് ടു ബി ഓണസ്റ്റ്. സോ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇട്ടായിരുന്നു ഈ കുട്ടീനെ പഠിച്ചിട്ട്. ഈ കുട്ടി എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടീനെ പറ്റിയിട്ട് കുട്ടീൻ്റെ അമ്മ തന്നെ ഇപ്പം പറയട്ടോ. ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ അർഹത ഈ കുട്ടീൻ്റെ അമ്മക്ക് പറയാനാ. കുട്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആയ വേൾഡ് റെക്കോർഡ് കിട്ടിയ കുട്ടിയാണ്. ഇപ്പം ഞാനൊരു വീഡിയോ എടുത്തിന് അമ്മ പറയുന്നത്. So let's wait for it. So they were dancing. എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഈ വട്ടവും വേൾഡ് വൈഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ റെക്കോർഡ് ഹോൾഡറായിട്ട് എന്നുവെച്ചാൽ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, സെക്കൻഡ് കലാംസ് വേൾഡ് റെക്കോർഡും, ഇപ്പം വേൾഡ് വൈഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഹോൾഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫോർ സെയിം പീരിയോഡിക് ടേബിൾ 118 എലമെൻറ്റ്സ് പറയാനായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കും. താങ്ക് യു. മോൾക്കൊന്നും പറയാനുണ്ടോ? ഉണ്ടോ? അവർക്ക് എന്ത് പറയാൻ കേട്ടോ? ലഞ്ച് റെഡിയായി. ലഞ്ച് കഴിക്കാൻ പോയി.
ചോറും കറിയും വറവും എല്ലാം ആയിട്ട് ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിരുന്നു നേരത്തെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പുളം കറിയായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കറിയാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമായിട്ടില്ല. അത് മാത്രം കൊള്ളൂലായിരുന്നു, ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് വേറെല്ലാം ഫുള്ളായി. പിന്നെ നല്ല സർവീസ് ആയിരുന്നു, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ടോക്കിംഗ് അബൌട്ട് ദിസ് പ്രോഗ്രാം ആൻഡ് പീപ്പിൾ, ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാവരോടും സംസാരിക്കുക. പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിലും പഴയ ആൾക്കാർ പോകുന്നുണ്ടെങ്കിലും എല്ലാവരോടും കണക്ഷൻ വെച്ചിട്ട് നല്ല വൃത്തിക്ക് സംസാരിക്കും. അപ്പം നമ്മൾ അവരുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് സംസാരിക്കാനും പ്രോഗ്രാമിന് പങ്കെടുക്കാനും അതിനൊക്കെ ഒരു താല്പര്യം തോന്നും. അത്രക്കും നല്ല ആൾക്കാരായിരുന്നു അതിൻ്റെ അവിടെ ഇല്ല കൂട്ടായ്മയിലെ ആൾക്കാർ. എല്ലാവരും നല്ലോണം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. എന്ത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് കേട്ടോ അവരെല്ലാവരും. പിന്നെ നമ്മൾ വിശിഷ്ട അതിഥിൻ്റെ കൂടെ കുറച്ച് സമയം സംസാരിച്ചു, കുറച്ച് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. രതീഷ് അങ്കിൾ ഫുള്ള് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരപ്പോൾ എല്ലാം എടുത്തു. പിന്നെ ഇതാണ് കേട്ടോ ആ ബാഡ്ജ് കിട്ടിയ പത്മശ്രീ കിട്ടുമ്പം അവിടെ നിന്ന് രാഷ്ട്രപതി ദിനത്തിന് കിട്ടിയതാണ്. പിന്നെ മാളുവും തേജു എല്ലാം ഡാൻസ് കളിച്ചു. ഇതിൻ്റെ എല്ലാം വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കട്ടെ ഞാൻ ഇടാൻ പറ്റുമോയെന്നുള്ളത് കോപ്പിയായിട്ട് ഇല്ലാണ്ട്. സോ നല്ല വീഡിയോ എല്ലാം പഠിച്ചു. ഞാനും കളിക്കണ്ടേനു, എന്നെ വിളിച്ചു കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, കോളേജും ട്യൂഷനെല്ലാം ആയിട്ട് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കളിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കളിച്ചു. മാളും തേജും കൂടി ഒരു ഒറ്റയ്ക്ക് പഠിച്ചതാണ് കേട്ടോ, ആരും ഒരു പഠിപ്പിച്ചിരുന്നില്ല. ഒരു സ്വന്തം യൂട്യൂബിൽ നിന്നും ഇവിടുന്ന് വീഡിയോ നോക്കി സ്വന്തം സ്റ്റെപ്സ് ഇട്ടിട്ട് സ്വന്തം പഠിച്ചതാണെന്നെല്ലാം, ആരും പഠിപ്പിച്ചിരുന്നില്ല. അപ്പം നല്ല രസമുണ്ടായിരുന്നു പ്രോഗ്രാമും ഡാൻസും. പിന്നെ കുറേ ഡാൻസും വീഡിയോ എല്ലാം ഉണ്ടായിന്. ഒരാൾക്കാർ തന്നെ ഒരു 5-10 ഡാൻസിലാണ് കളിക്കുന്നത്. ഒരു ടയർഡ്നെസ്സോ ഒന്നുമില്ല അവർക്ക്. ദേ ആർ ലൈക്ക് ഇറ്റ് ഈസ് റിയലി അമേസിങ്. ലൈക്ക് ഓരോ ആൾക്കാർ തന്നെ 5-10 ഡാൻസിൽ കളിക്കുമെന്ന് പറയുമ്പം ഞാൻ തന്നെ അതിശയപ്പെട്ടു. ലൈക്ക് ഇറ്റ്സ് സോ നൈസ്. ഇവിടെ ഡാൻസ് കളിക്കുന്ന ആൾക്കാർ നല്ല വയസ്സുള്ള ആൾക്കാരാണ്. ലൈക്ക് 40, 45, 50 ഇയേഴ്സിലെ ആൾക്കാരായവരൊക്കെ 35, 40, 45 ആ ഒരു റേഞ്ചിൽ. അപ്പം അവരായാലും എത്ര വയസ്സുള്ള ആൾക്കാരായാലും ചെറിയ മോളായാലും എല്ലാം കഴിക്കും. എല്ലാം ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്ക് നമ്മൾ ഫുഡും കഴിച്ചിട്ട് സാമ്പാറെല്ലാം ഉണ്ടായിരുന്നു. രാത്രിക്ക് ഫുഡും കഴിച്ചിട്ട് ഞാനും പപ്പയും എല്ലാവരും, പപ്പ വന്നതിന് പിന്നെ വൈകുന്നേരം ആകുമ്പം ഇപ്പം ഞാനും പപ്പയും കൂടി സ്കൂട്ടിയിൽ പോയി. ബാക്കി എല്ലാവരും കൂടി കാറിലേക്ക് വന്നിട്ട് എല്ലാവരും കൂടി വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് ഡേയും വരണല്ലോ, 2 ദിവസത്തെ പരിപാടിയല്ലേ. ഇത് Day 1 ആണ്. അപ്പോൾ Day 1 went well. ഇറ്റ് വാസ് റിയലി നൈസ്. പക്ഷെ കുറേ പാട്ട് കൂടുതലായിരുന്നു Day 1. അപ്പോൾ ഞാൻ കേട്ട് കുറച്ച് ഇതായിപ്പോയി. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ എന്നിട്ട് ഞാനും പപ്പയും കൂടി പോയി, ദിവസങ്ങളും കൂടി വന്നു. അടുത്ത വീഡിയോ കാണാനിയേ. ബൈ.